വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബോ അല്ലേ. ഈ ഹെയർ ബോ ചെയ്യാനായിട്ടേ നമുക്കൊരു പാച്ചസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പാച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേൾ ചെയിൻ എടുത്തിട്ടുണ്ട്, ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് 2 കളറുണ്ട്, ഒരു വൈറ്റും ഉണ്ട്, ഈ ഒരു ക്രീമി കളറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് എടുക്കാം. ഇതിൻ്റെ പേര് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. നമുക്കിത് ഓരോ ഷീറ്റ് കണക്കിന് നമുക്ക് A4 സൈസ് ഷീറ്റില്ലേ, അതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആ ഗ്ലൂവിലേക്ക് നമ്മുടെ ഈ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. ഈ കട്ട് ബീഡ്സിന് പകരം സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ നമുക്ക് എന്ത് വേണോ നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു. അതിനുശേഷം ആദ്യം നമ്മുടെ ബോൾ ചെയിൻ കവർ ചെയ്യുക. ബോൾ ചെയിൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്തങ്ങ് എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് കുറച്ച് അത്ര ഈസിയല്ല കട്ട് ചെയ്തെടുക്കാൻ. തീരെ ബുദ്ധിമുട്ടുമല്ല, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയറായിട്ട്, ഇപ്പോൾ ഇത് ഒരു ലെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ലെയറായിട്ട് നമ്മുടെ പേൾ ചെയിൻ ഞാൻ അതിലുള്ള പേളും നമ്മുടെ സെൻറ്ററിലുള്ള കട്ട് ബീഡ്സും സെയിം കളറാണ് കേട്ടോ. കാരണം ഇത് പ്യുവർ വൈറ്റും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓഫ് വൈറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വെച്ചു, അതുകൊണ്ട് അടുത്തതും ചെയ്യുന്നത്. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഹെയർ ബോ മാത്രമല്ല, നമുക്ക് ഈ വീഡിയോയിൽ ഒരു ഹെയർ ബോ ഉണ്ട്, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്, സെൻറ്റർ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള എല്ലാ പാച്ചസും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒരുമിച്ച്, അതായത് ഇതുപോലെ ഞാനിപ്പോൾ 2 ചെയ്തേ, അതുപോലെ ഞാനൊരു നമ്മുടെ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ പാച്ചസ് റെഡി ആയില്ലേ. നമ്മൾ ലെയർ കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്, കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിതിപ്പോൾ 2 ചെയ്തത് കൊണ്ടാണ് എന്താ പറയുക ഇത്രയും സമയമെടുത്ത് കാണിക്കുന്നത്. കാരണം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഈ ഒരൊറ്റ പാച്ചസാണ്. ആദ്യം ബോൾ ചെയിൻ കവർ ചെയ്യുന്നു. ബോൾ ചെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗോൾഡ് അല്ല എടുത്തിരിക്കുന്നത്, ഒരു ആൻറ്റിക് ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേൾ ചെയിൻ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് സർക്കിൾ ഷേപ്പിൽ നമ്മൾ വേറെ ഒന്നുമില്ല, അതിനെ ചേർത്തങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. മറ്റേതുപോലെ നമുക്ക് ബുദ്ധിമുട്ടോ ഉരുക്കിയെടുക്കണോ അങ്ങനെയൊന്നുമില്ല. കാരണം വളരെ പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഞാൻ ചെയ്തപ്പോൾ ഇത്രയും ചെയ്തെടുത്തു. ഇനി ആദ്യം ഞാൻ ചെയ്യുന്നത് ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മുടെ ഫ്രെയിം എടുത്ത്, മെറ്റാലിക് ഫ്രെയിം എടുത്ത് 2 സൈഡ് ഞാൻ എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത്, നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത് അത്രയും, അതായത് ചെവിയിൽ നിന്ന് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഉടനെ ഇരിക്കില്ല. അതൊരു പ്ലാസ്റ്റിക് ഷീറ്റല്ലേ, അപ്പോൾ ഒരു 2-3 സെക്കൻഡ് എടുക്കും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതുപോലെ 2-3 ഇത് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് മാത്രമല്ല, ഇതുപോലെ ഞാനിത് എന്താ പറയുക ഇത് ചെയ്തെന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പാച്ചസ് ഇതുപോലെ ചെയ്യാറെങ്കിൽ ഇതുപോലെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അതൊരു സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നമുക്കെടുത്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് സെൻറ്ററിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ പറയുക, അതിനുശേഷം കുറച്ച് കട്ട് ബീഡ്സ്, അല്ലെങ്കിൽ ഒരു കട്ട് ബീഡ്സ് ആ സെൻറ്ററിൽ വെച്ച കട്ട് ബീഡ്സ്, അത് കഴിഞ്ഞിട്ട് ഇതൊരു പാച്ചസ്, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നോക്കേ, കാരണം ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും കുട്ടിയുടെ ഹെയറിലൊക്കെ വെച്ച് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഇതൊക്കെ ഒക്കേഷൻസ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താ പറയുക, നോക്കിയേ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഹാൻഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് ചെയ്യുക. ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഉള്ളൂ. കാരണം ഈ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ സൈഡ് ഇങ്ങനെ ചരിഞ്ഞ് വരുമ്പോൾ അത് ഇളകിപ്പോവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ 2 സൈഡും ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കണ്ടില്ലേ. ഇനി ഇതിപ്പോൾ വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എടുത്ത OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് തന്നെ, അതിൻ്റെ എന്താ പറയുക, ഇതാണ് OHP ട്രാൻസ്പാരൻറ്റ്. ഇതിനൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ബാക്കിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നു. അത് സർക്കിൾ ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു നീളത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു കുഞ്ഞു പീസായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് ഈ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുന്നു.
ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇളകി വരാതിരിക്കാനുണ്ട്. നമ്മൾ പുറകിലും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഇളകി വരത്തില്ല. അപ്പോൾ അതിന് ഫുള്ളായിട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1-2 കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എഡ്ജിലൊന്ന് എന്ത് ചെയ്യുക, അതിന് എന്താ പറയുക, എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ട് വേണം ചെയ്യാൻ. എന്താ പറയുക, ഗ്ലൂ എടുക്കുക, ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ ഇരുന്നോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയൊരു പീസ് അവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സർക്കിൾ നമ്മളെടുത്ത സെയിം ഷേപ്പിലുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണോ നമുക്ക് ചെയ്യാൻ കേട്ടോ. കണ്ടോ, അവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അതുപോലെ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പണി കേട്ടോ. അത് ബുദ്ധിമുട്ടൊന്നും അല്ല, ഇച്ചിരി സമയം എടുക്കുന്ന പണി അത്രയേ ഉള്ളൂ. അതും ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക, പിന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്യുക, ഒറ്റയടിക്ക് അങ്ങ് ഒട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട്. കണ്ടോ, അത് ഫുള്ളായിട്ട് നല്ല പേസ്റ്റായിട്ട് അവിടെ ഇരിക്കുക. ഇനി ബാക്കി ഇതുപോലെ ചെയ്ത് വന്ന കുറച്ച് എന്താ പറയുക, കുറച്ച് പാച്ചസ് ഉണ്ടായിരുന്നു. സെയിം അത് തന്നെയാണ്. അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു. അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 3 ഇത് 5.5-ൻ്റെ ആണ്. ഇപ്പോൾ 4 ആണെങ്കിൽ 3 ആണെങ്കിൽ ഒക്കെ നമുക്ക് ചിലപ്പോൾ 2 ഒക്കെ ആയിരിക്കും വെക്കാൻ പറ്റുന്നത്. 4.5 ആണെങ്കിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 3 വെക്കാം. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് 5.5 ആണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തിൽ 3 എനിക്ക് വെക്കാൻ പറ്റിയത്. ഇനി അടുത്തത് ഞാൻ 2 എടുത്തു. അത് 2 ഇതുപോലെ ചെയ്യുക. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞത് ഓണത്തിന് ചെയ്തതായിരുന്നു. ഇത് പിന്നെ ഓണത്തിന് മാത്രമല്ല എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഈ അലിഗേറ്റർ ക്ലിപ്പൊക്കെ നമുക്ക് ഇതുപോലെ വെറുതെ അലിഗേറ്റർ ക്ലിപ്പ് മാത്രം ചെയ്താലും മതി. നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് ഇത് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്ക് മാത്രമേ. ഞാൻ പറയാറുണ്ട്, പാച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ക്ലിപ്പും ഒക്കെ ചെയ്തെടുക്കാം. സാരി ക്ലിപ്പില്ലേ, അതൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, അത്രയ്ക്ക് സിമ്പിളായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതായിരുന്നു കേട്ടോ. ഓക്കെ, എന്ത് ഭംഗിയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞേ, കറക്റ്റൊരു ഭയങ്കര രസമല്ലേ. നമ്മളെ ഹെയർ ബോ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും